ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുമ്പ് നിങ്ങളോട് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേഴ്സിംഗ് ജീവിതത്തിലെ ചില എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാമെന്ന്. ഞാൻ ഇതിന് മുമ്പൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്നുള്ളൊരു ക്യാപ്ഷനിൽ. അപ്പോൾ അത് കുറേ പേര് കണ്ടു, കുറേ പേർക്കൊക്കെ ഭയങ്കര സങ്കടമായെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നും ഞാനൊരു ഞാൻ കണ്ട ഒരു അനുഭവം നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സർജറി വാർഡിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നമുക്കറിയാമല്ലോ, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ വരുന്നവർ വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് വരുന്നത്. ഈ കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരും. അവരുടെയൊക്കെ ഇങ്ങനെ മെഡിസിൻ കൊടുക്കാൻ പോകുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കൈയെല്ലാം ഇങ്ങനെ കറുത്തിരിക്കും. നമ്മുടെ കൈ ചോറൊഴിക്കുന്ന ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് കശുവണ്ടി ഫാക്ടറിയിലാണോ മക്കളെ ജോലി ചെയ്യാൻ പോകുന്നത്, അവിടെ ഇങ്ങനെ കശുവണ്ടി തല്ലുമ്പോൾ അതിൻ്റെ കറ പറ്റുന്നതാണ് എന്ന് പറയും. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ കശുവണ്ടി ഫാക്ടറി ഒന്നുമില്ല. അപ്പോൾ കൊല്ലം സൈഡിലോട്ടൊക്കെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അവിടെ അവരുടെ അടുത്തൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, വളരെ കുറഞ്ഞ വേജിലാണ് അവർ ജോലി ചെയ്യുന്നത്. വളരെ കുറഞ്ഞ വേജിലെന്ന് വെച്ചാൽ ഒരു വളരെ കുറഞ്ഞ വേജിൽ അവർ ജോലി ചെയ്യും. എനിക്കത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്രയ്ക്ക് ഭയങ്കര പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 60 വയസ്സുള്ള പ്രായമുള്ള ഒരു അമ്മച്ചിയെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അപ്പൻഡിസെക്ടമി ലാപ്പറട്ടമി ചെയ്യാൻ വേണ്ടിയിട്ട്, സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റായി. അപ്പം നമ്മുടെ ഓരോ യൂണിറ്റ് ഉണ്ട്, സർജറി S6 വരെ ഉള്ള യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ അമ്മച്ചി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് S4 യൂണിറ്റിലായിരുന്നു ഈ അമ്മച്ചി വർക്ക് ചെയ്തത്. അപ്പം അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സർജറി ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പേ അവിടെയുള്ള ഈ സർജനെ പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൈക്കൂലിയുമായിട്ട് ഓരോരുത്തർ പറഞ്ഞാൽ, ഞാൻ നൽപ്പച്ചയ്ക്ക് തന്നെ പറയുന്നു, കൈക്കൂലിയുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലണം. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. വീട്ടിലവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പിന്നീടാണ് വീട്ടിലുള്ള പ്രാക്ടീസൊക്കെ നിർത്തലാക്കിയത്. അപ്പം അങ്ങനെയും അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഈ സർജറി ചെയ്യുന്ന പേഷ്യൻ്റ് അവരെ ചെന്ന് കാണുക എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ് ഈ ഹോസ്പിറ്റലിൽ. അപ്പം ഇവരെന്ത് ചെയ്തു, ഇവരുടെ ബന്ധുക്കൾ 2 പേര്, അവരുടെ മകനും വേറെ ഏത് ബന്ധുവും കൂടെ അവരുടെ കയ്യിലുള്ള കുറച്ച് പൈസയുമായിട്ട് അവിടെ ചെന്ന് ഈ സാറിൻ്റെ കയ്യിൽ ഈ പൈസ പൊതിഞ്ഞാണ് കൊടുക്കുന്നത്. സാറിൻ്റെ കയ്യിൽ പൈസ കൊടുത്തതും സാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ ഈ പൈസ കൊടുത്തതും ഈ സാർ എന്ത് ചെയ്തു, അവരുടെ മുമ്പ് വെച്ച് തന്നെ ഈ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 1000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 1000 രൂപ ഈ ഡോക്ടർ, ഈ സർജൻ ഈ 1000 രൂപ എടുത്ത് തുറന്നു നോക്കി 1000 രൂപ ഉള്ളതെന്ന് കണ്ടതും അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ, ഈ പൈസ എടുത്ത് ചുരുട്ടി അവരുടെ മുമ്പോട്ട് എറിഞ്ഞു കൊടുത്തു. അവർ, സാർ എത്രയാണ് തരേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല സാർ, എത്ര രൂപയാണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞു, 1000 രൂപ തരണമെന്ന് നിങ്ങളോട്, 1000 രൂപയാണ് തരുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളുടെ അടുത്ത ബെഡിൽ കിടക്കുന്നിടത്ത് ചോദിച്ചു നോക്കുക, എനിക്ക് എത്ര രൂപയാണ് തരുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ജോലിയിലേക്ക് പോയി. ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്തെന്നറിയാമോ, ആ പൈസ എടുത്തുകൊണ്ട് തിരിച്ചിങ്ങി കൊണ്ടുവന്നു. എവിടെ നിന്നൊക്കെയോ കടം വാങ്ങി കൊണ്ടുവന്ന പൈസയാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു രാത്രി. അപ്പോൾ ഞാനിങ്ങനെ വാർഡിലൊരു പേഷ്യൻസിൻ്റെ അടുത്ത് മെഡിസിനൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ സംസാരിക്കും. എനിക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ. അപ്പം അവരുടെ മകളാണ് കൂടെ വന്നവരും. അവളെൻ്റെ അടുത്ത്, ആ കുട്ടി എന്നോടൊന്ന് പറഞ്ഞു, സിസ്റ്റർ അമ്മയ്ക്ക് ഭയങ്കര, ഞാനിങ്ങനെ റൂമിലിരുന്നപ്പോൾ എന്നോട് വന്നു, സിസ്റ്റർ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അമ്മച്ചി നല്ല ഹാപ്പി ആയിട്ടിരുന്നതാണല്ലോ, നാളെ സർജറി അല്ലേ, ഇന്ന് വിഷമിച്ചൊക്കെ ഇരുന്ന എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതല്ല സിസ്റ്റർ, ഞങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ സാറിന് പൈസ കൊടുക്കണമെന്നൊക്കെ ബെഡിൻ്റെ അടുത്ത് കിടക്കുന്നവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൈസയും കൊണ്ട് പോയി. പൈസയൊന്നും ഇല്ലായിരുന്നു സിസ്റ്റർ, അറിയാമല്ലോ കൊല്ലത്താണ്, കൊല്ലം കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പം എന്നും വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല,
ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വാങ്ങി കഴിക്കുന്നത്. 3 നേരവും ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കും. പിന്നെ അമ്മയ്ക്കുള്ള മെഡിസിൻ, പിന്നെ നാളെ സർജറിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എഴുതി തന്നു, അതൊക്കെ മേടിക്കണം. അങ്ങനെ ഒരുപാട് ചിലവുണ്ടായിരുന്നു. അപ്പോൾ കുറേ പൈസ കടം വാങ്ങിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ സാറിന് എത്ര രൂപ കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളിങ്ങനെ 1000 രൂപ കൊണ്ടുവന്നു സാറിന് കൊടുത്തപ്പം സാറിങ്ങനെ ആ പൈസ പൊതി തുറന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് അത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ നാളെ സർജറി വെക്കില്ലേ എന്തോ അറിഞ്ഞൂടാ. ചേട്ടൻ വീണ്ടും വീട്ടിൽ പോയിരിക്കുന്നു. അപ്പോൾ ഇനി ആരുടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് കിട്ടുമെങ്കിൽ കുറച്ചും കൂടെ പൈസ കൊണ്ട് കൊടുക്കാം. സിസ്റ്ററിന് അറിയാമോ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് എന്ന് ചോദിച്ചു. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാധാരണ എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷേ ആ സാർ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഭയങ്കര ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ആ സാർ അങ്ങനെ ചെയ്തപ്പോഴും സാർ അങ്ങനെ ചെയ്തു സിസ്റ്റർ. എൻ്റെ ബ്രദറും എൻ്റെ അങ്കിളാരും കൊണ്ട് ഞങ്ങൾ അവർ 2 ബന്ധുക്കളാണ് പോയത്, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എത്ര രൂപ കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല സാറിന് എത്ര രൂപ കൊടുക്കണമെന്ന്. സാറിന് വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ചിലരൊക്കെ വാങ്ങുന്നവരുണ്ട്. പക്ഷെ സാറിന് ഞാൻ ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. സാറും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു സത്യമാണ് സിസ്റ്റർ, ഞങ്ങളെന്തിനാ കള്ളം പറഞ്ഞു. നമ്മൾ കള്ളം പറഞ്ഞത് നല്ല, എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഒരു സന്ധ്യയൊക്കെ ആയപ്പം വീട്ടിൽ പോയത് തിരിച്ചു വന്നിട്ട് അവർ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ടത് പിറ്റേന്ന് വന്നപ്പോഴാണ് ഈ സംഭവം പറയുന്നത്. അപ്പോൾ വീട്ടിൽ പോയി 2500 രൂപ ആ ഡോക്ടറിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഡോക്ടർ വീണ്ടും പൊതി തുറന്ന് നോക്കിയിട്ട് അപ്പോൾ 2500 രൂപ കണ്ടപ്പം അദ്ദേഹത്തിന് സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം ഇവരോട് പറഞ്ഞെന്ന് മയക്കുന്ന ഡോക്ടറിനെയും കൂടെ ചെന്നൊന്ന് കാണണം കേട്ടോ, അവരുടെ വീടിൻ്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. മയക്കുന്ന ഡോക്ടർ എന്ന് പറയുമ്പോൾ അനസ്തേഷ്യ കൊടുത്തല്ലേ സർജറി ചെയ്യാൻ പറ്റും. അപ്പം ഈ പാവങ്ങൾ എന്ത് ചെയ്യാൻ, അവർ വിചാരിച്ച് അവർക്കും ഈ 2500 രൂപ കൊടുക്കണമെന്ന് ഓർത്ത് അവർ വിചാരിച്ച് ഈ 2500 രൂപ കൊടുത്തു സന്തോഷം, ഇനി ബാക്കിയുള്ള പൈസ സർജറിയുടെ ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് ഓർത്തി പാവങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെയും കൂടെ പറഞ്ഞത്. വീണ്ടും അവർ തിരിച്ചു വന്ന് അടുത്ത ബെഡിലൊക്കെ കിടക്കുന്നിടത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അനസ്തേഷ്യയ്ക്ക് കുറച്ച് പൈസ 1000 രൂപയൊക്കെ കൊടുത്താൽ മതിയായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും ഈ പാവപ്പെട്ട ഈ മനുഷ്യർ രാത്രി അനസ്തേഷ്യയുടെ വീട്ടിൽ പോയി അവർക്കും 1000 രൂപ കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പം അതെൻ്റെ അടുത്ത് ഈ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത് 2500 രൂപ കൊടുത്തു. അപ്പോൾ അങ്ങേര് പറഞ്ഞു അനസ്തേഷ്യയും കൂടെ കൊണ്ട് കാണിക്കണമെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി വരെ മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ 1000 രൂപ കൊണ്ടുവന്ന് ഈ അനസ്തേഷ്യയുടെ കൊടുത്തു. പിറ്റേന്ന് എന്തായാലും സർജറി നടന്നു. എനിക്കത് ഭയങ്കര വിഷമം വന്നു. ഉള്ളവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചെങ്കിൽ, ഇപ്പോൾ ഉള്ളവരുടേതായാലും ഇല്ലാത്തവരുടെ ആയാലും, ഇപ്പോൾ ഉള്ളവർക്കുണ്ടെങ്കിൽ അവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ല അവരുടെ കയ്യിൽ കിട്ടുന്നത്. അവർക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് കിടന്ന് എടുത്ത് ബെഡില്ലാതെ തറയിൽ കിടന്ന് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പല സന്ദർഭങ്ങളിലും മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, പല മെഡിസിൻസും വില കൂടിയ ആൻറ്റിബയോട്ടിക്സൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അതെല്ലാം പുറത്തുനിന്നാണ് വാങ്ങാൻ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഈ പുറത്തുനിന്നൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നൊരു ആഹാരം പുറത്തുനിന്ന് വാങ്ങണം, ചായ എല്ലാം പുറത്തുനിന്ന് ഭയങ്കര ചിലവാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഇവർ പിറ്റേന്ന് സർജറിയൊക്കെ കഴിഞ്ഞെങ്കിൽ കൊണ്ടുവന്നു. അപ്പം ഞാനിങ്ങനെ പിറ്റേന്ന് സാറിങ്ങനെ റൗണ്ട്സിന് വന്നപ്പം എനിക്കിതേത് കണ്ടപ്പോൾ എനിക്കെന്തോ ദേഷ്യമാണോ എനിക്ക് അമർഷമാണോ എന്തോ എനിക്ക് തോന്നിയില്ല. കാരണം ഞാനൊരു നല്ലൊരു വ്യക്തിയായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന ഒരു സാറായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്നത്. പൈസ വാങ്ങുന്നു എന്നതിലല്ല, ആ 1000 രൂപ കണ്ടപ്പോൾ അതിനെ വലിച്ചെറിയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു മനസ്സ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അവർക്ക് എങ്ങനെയാണ് 1000 രൂപ കിട്ടിയതെന്നുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ചില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ തന്നെ ഈ പൈസ കൊടുത്തില്ലെങ്കിൽ ചിലർക്ക് അറിയില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് വിചാരിച്ച് ചിലർ വരും, ചിലർ സർജറിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്ത് വെച്ച് കൊണ്ടുപോകും. ഇവർ ഈ ഡോക്ടറിനെ കാണാൻ പോകാൻ വിട്ടുപോകുന്നതല്ല ചിലർക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ഇന്ന് സർജറി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിവിട്ട പല സന്ദർഭങ്ങളും എനിക്കറിയാം. എന്തെങ്കിലും പറഞ്ഞ് അകത്ത് കയറിയിട്ട് BP കൂടുതലെന്നോ അല്ലെങ്കിൽ
അന്ന് കേസ് ഒരുപാടായിപ്പോയെന്നോ അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വയ്ക്കാമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാരെ സർജറി റൂമിനത് ഡ്രസ്സും മാറ്റി തലേ ദിവസമേ സ്റ്റാർവേഷനിലായിരുന്നു കൊണ്ടുവന്നിട്ട് തിരിച്ചിറക്കി വിടുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ഹൃദയം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണിത്. എന്തെല്ലാം പ്രയാസപ്പെട്ട് ഒരു അസുഖത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുമല്ലോ എന്നോർത്ത് ആ ഒരു സർജറി ചെയ്യാൻ വളരെ ദൂരെ നിന്ന് വന്ന പാവപ്പെട്ട ആൾക്കാർ ഉള്ളവരുടെ നിന്ന് വാങ്ങിച്ചോ. ഈ പാവപ്പെട്ടവരോട് ഒരു കനിവ് എന്തുകൊണ്ട് ഇവർ കാണിക്കുന്നില്ല? ഇവരെല്ലാം ആതുര ശുശ്രൂഷകരല്ലേ? ആതുര ശുശ്രൂഷകരാകുമ്പോൾ അവരുടെ പ്രവൃത്തിയിലും കൂടെ ഒന്ന് വേണ്ടേ? എന്തുമാത്രം രൂപ അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നു. ഈ പാവങ്ങളെ എന്തിനാണ് അവരിങ്ങനെ പിഴിയുന്നതെന്ന് ഓർത്ത് പലപ്പോഴും എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. ഇത് എനിക്കൊരുപാട് ഡോക്ടേഴ്സ് കൂട്ടുകാരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരും എല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുമായിട്ടൊക്കെ ഉണ്ട്. ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ 1000 രൂപ അവർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കും എന്ന് ദയവേതൊന്ന് ചിന്തിക്കുക. കൈക്കൂലി വാങ്ങരുത്, കൊടുക്കരുത് എന്നൊക്കെ എല്ലാ ഗവൺമെൻറ് ഓഫീസിലും എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ കാണും. പക്ഷേ കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയരെ, നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരുടെ ഒന്നും ഒരു 5 പൈസ വാങ്ങരുത്. നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ? എന്തിനാണ്? നിങ്ങളൊന്ന് ചിന്തിക്കുക. എൻ്റെ ചാനലിൻ്റെ പേര് ലിജീസ് ലൈഫ് ഇൻ ദി എർത്ത് എന്നാണ്. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്കൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാനിടുന്ന ഇഷ്ടപ്പെടുന്ന വീഡിയോസിൽ ലൈക്ക് ഇടണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.